ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അത് ക്രോസ് കട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്, ഫ്രണ്ട് പോർഷനെ. ഇത് നമുക്ക് വന്ന ഒരു മെസ്സേജാണ്, എങ്ങനെയാണ് ഒരു ക്രോസ് കട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ കാണിക്കാവുന്നുള്ളത്. അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടിയുള്ളതാണ് നമ്മൾ ഇന്നിടുന്ന ഈ വീഡിയോയെ. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു നോർമൽ സാരി ബ്ലൗസും ക്രോസ് കട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നെല്ലാം ഈ പേപ്പറിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതൊരാളും അവനവൻ്റെ അളവിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ട മെത്തേഡും നമ്മളിതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് സാരി ബ്ലൗസ് കട്ട് ചെയ്ത് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ നമുക്കൊരു ഇൻസ്റ്റയുണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ ആദ്യമേ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ക്രോസ് കട്ടാണ് കട്ട് ചെയ്യുന്നെങ്കിൽ സാരി ബ്ലൗസ് നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പോർഷനാണ് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മളിപ്പോൾ ഈ പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. അതിനെ രണ്ടായിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 36 ഇഞ്ച് ചെസ്റ്റ് അളവിലാണെങ്കിൽ 1 മീറ്ററിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ. അപ്പം ആദ്യമായിട്ടൊക്കെ ഉള്ളവർ 1.5 1.25 ഒക്കെ വാങ്ങിച്ചോണം. ക്രോസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഈ കാട്ടിലും വളരെ ശ്രദ്ധിച്ച് വേണം, കുറച്ചുകൂടെ കൂടുതലായിട്ട് ക്ലോത്ത് എടുക്കുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു 1.5 മീറ്റർ 36 ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് ഒരു 1.25 മീറ്ററെങ്കിലും വാങ്ങിച്ചോണം ക്ലോത്ത്. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1.5 ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഈ തുണി മടക്കുന്ന രീതിയാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെ അളവിനെ ഇതുപോലെ തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയുള്ളപ്പോൾ എത്ര കിട്ടുന്നു എന്നുള്ളത് നോക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗം വെച്ച് ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്ലോത്ത് നമുക്ക് കുറച്ച് നമ്മളുടെ ആവശ്യത്തിന് മാത്രം ഉള്ള രീതിയിൽ കിട്ടും. ബാക്കി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടൊക്കെ ക്ലോത്ത് കിടക്കുവേ. അപ്പോൾ 1 മീറ്റർ ക്ലോത്ത് ആണെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നത്. പിന്നെ സ്ലീവിന് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ ക്ലോത്ത് വാങ്ങിച്ചോണം. ഒരു നോർമൽ രീതിയിലുള്ളതിനാണ് ഈ 1 മീറ്റർ എന്നുള്ളത് പറയുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വിട്ടിൽ മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, നമുക്കിപ്പം 14.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പം നമ്മൾ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ 1/2 ഇഞ്ചും ബോട്ടം ഭാഗം അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും, അങ്ങനെയാണ് നമ്മൾ 1 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ബോട്ടം ഭാഗത്ത് 1 ഇഞ്ചിന് പകരം 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ കൊടുത്ത് കൂടുതൽ ഭാഗം അവിടെ ഇങ്ങനെ മടക്കി അകത്തേക്ക് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്, 1 ഇഞ്ചേ കൊടുക്കാറുള്ളൂ. നമുക്ക് വേണ്ട ലെങ്ത് അപ്പം നമ്മൾ കറക്റ്റ് എടുത്തതിന് ശേഷമുള്ളതാണ് ഇങ്ങനെ കൊടുക്കുന്നത്. നമ്മളിപ്പം ഇവിടെ 15.5യാണ് ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചും കറക്റ്റ് ആ 15.5 എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വരച്ച് കൊടുക്കണം. അപ്പം നമ്മൾ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാതെ കൃത്യമായിട്ട് അളവുകളെല്ലാം എടുക്കുമ്പം കറക്റ്റായിട്ട് തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. അതിലൊന്നും വ്യത്യാസം വരാൻ പാടില്ല. അതൊക്കെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി നമ്മളുടെ ഷോൾഡർ 14 ഇഞ്ചാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് 7 കിട്ടി. ഓരോരുത്തരും അവനവൻ്റെ ഷോൾഡർ എത്രയാണോ അതാണ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് ബോട്ട് നെക്കൊക്കെ ആണെങ്കിൽ ഈ 7 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ലെങ്ത് നെക്കിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൽ വ്യത്യാസം വരുവേ. നമ്മളിപ്പോൾ ആദ്യമേ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ നെക്കാണ്. അതിന് ശേഷം ബാക്കി എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു തരാവേ. നെക്ക് നമ്മളിപ്പോൾ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് നെക്കിന് വിട്ട് കൊടുത്താലും മതിയേ. ഇനി 2.5 2.25 3 ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റായിട്ട് കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ 2.5 ഇഞ്ചാണ് നെക്കിന് വിട്ട് കൊടുക്കുന്നത്. ഒരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് 2.5 ഇഞ്ച് കൊടുത്താൽ ഒരുപാട് വൈഡൊന്നും ആകത്തില്ല, ഒരുപാട് ക്ലോസും ആകത്തില്ല, നല്ല നീറ്റായിട്ട് കിട്ടുവേ. അപ്പം നമ്മൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 8 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത്. ഈ 2.5 ഇഞ്ച് തന്നെ വിട്ട് ഇവിടെയും നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതൊരു ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ 8 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ സാമാന്യം നല്ല ലെങ്ത് ഉണ്ട്. ഇനി അതിൽ കൂടുതൽ വേണ്ടവർക്ക് അതിൽ കൂടുതലും കൊടുക്കാം. അപ്പം നമ്മൾ എന്നിട്ട് അവിടെ റൗണ്ട് ആക്കി കൊടുക്കുകയാണ്. നമുക്ക് നെക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ
റൗണ്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ 8 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ 8 ഇഞ്ച് ലെങ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ 7 ഇഞ്ചിൽ നിന്ന് നമ്മുടെ ഷോൾഡർ ആയിട്ടുള്ള 7 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 5.5 ഇഞ്ചെന്ന് കിട്ടും. ആ 5.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ ഈ നെക്കിന് ഇവിടെ നമ്മൾ ഈ ഷോൾഡറിന് 5.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു കാര്യം കൂടെ പറയാവേ, നമ്മൾ ഈ ഒരു ലെങ്ത് 9 10 ഒക്കെ ആക്കുകയാണെങ്കിൽ ഈ 1.5 എന്നുള്ളത് 2 ഇഞ്ചോ 1.25 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ കുറച്ചുള്ളതായിരിക്കണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നെക്കിന് ലെങ്ത് ഒരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ 1 ഇഞ്ചൊക്കെ കുറച്ചാൽ മതി. 1.5 എന്നുള്ളത് കുറയ്ക്കരുത്, 1 ഇഞ്ച് കുറച്ചാൽ മതി. അപ്പം അങ്ങനെയാണ് നെക്കിന് ആ ഒരു വ്യത്യാസം വരുന്നത്. ഇനി നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഡൗൺ വേർഡ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് ആ ഒരു 5.5 ഷോൾഡറിന് എടുത്തിരിക്കുന്ന അതേ 5.5 തന്നെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെയുള്ള 5.5 തന്നെയാണോ ഈ ഒരു ഭാഗത്ത് വിട്ടെന്നുള്ളതും ഇതുപോലെ നമ്മളിങ്ങനെ നോക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മളിതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ 1.5 2 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ബാക്ക് പോർഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ നമ്മൾ ലൂസൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരളവ് കൊടുത്താൽ മതി. പോരാത്തതിന് നമ്മൾ 2 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ ഇപ്പുറത്തും ഇങ്ങോട്ട് ഒരു അല്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ആം ഹോൾ ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുഴിച്ച് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ അങ്ങ് കൊടുത്താൽ മതിയേ. അപ്പം നമുക്ക് നല്ല ഒട്ടും കൈക്കുഴിയൊന്നും ചുളിവില്ലാത്ത ബാക്ക് പോർഷനിൽ ഒട്ടും ചുളിവില്ലാത്ത രീതിയിലുള്ള നല്ല നമുക്ക് കിട്ടുവേ. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഇഞ്ച് ആയിരിക്കുവേ. ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അളവ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം ഒരു 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓരോരുത്തരും അവനവൻ്റെ അളവാണ് ഇവിടെ എല്ലാം കൊടുക്കേണ്ടത്. അപ്പം അവനവൻ്റെ അളവിലേ ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ പറഞ്ഞു തരുന്നതാണ്. ഈ പേപ്പറെ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ 2 ഇഞ്ച് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തയ്യൽ തുമ്പൊക്കെ നമുക്ക് അത്യാവശ്യത്തിനുണ്ട്. അപ്പം ആദ്യമായിട്ടൊക്കെ കട്ട് ചെയ്യുന്നത് ഇതുപോലെ പത്രപ്പേപ്പറിലൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അങ്ങ് ചെയ്ത് കൊടുത്താലും മതിയേ. ഇനി നമ്മൾ ഈ 1/2 ഇഞ്ച് ഡൗൺ വേർഡിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ പറയാവേ, ചിലവർക്ക് എത്ര നമ്മൾ ചെയ്ത് കൊടുത്താലും നമ്മളുടെ നെക്കിൻ്റെ അവിടെ ലൂസായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ചിലപ്പോൾ നമ്മൾ രണ്ടാമതൊക്കെ അഴിക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതെല്ലാവർക്കും ഒന്നുമില്ല, ചിലവരുടെ ആ ഒരു ബോഡി ഷേപ്പിൻ്റെ കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കണം. ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഭാഗം ലൂസെന്ന് തോന്നുന്നവർക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തിരിച്ചങ്ങോട്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മളിപ്പം ഈ ഒരു ബാക്ക് പോർഷൻ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. സാരി ബ്ലൗസ് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ബാക്ക് പോർഷനാണ് നമ്മളുടെ കറക്റ്റ് അളവിൽ ചെയ്തെടുക്കേണ്ടത്. ഇത് വെച്ചാണ് നമ്മളിനി ഫ്രണ്ട് പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് എല്ലാ അളവുകളും പറയുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ ബാക്ക് പോർഷൻ നല്ല നീറ്റായിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു നോർമൽ കട്ട് ചെയ്യുന്നതും ക്രോസ് കട്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ടുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ക്ലോത്ത് ആകുമ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ ബാലൻസ് ആയിട്ട് കിട്ടിക്കോളുവേ. ഇപ്പം നമ്മൾ ഇതുപോലെ നമ്മളുടെ പേപ്പറിനെ 2ആയിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോത്തിനെ നമ്മൾ 2ആയിട്ട് മടക്കി കൊടുക്കണം. ഇനി എങ്ങനെയാണ്
നമ്മൾ ക്ലോത്തിലേക്ക് മടക്കി കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഈ പേപ്പറെ പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് കാണണേ. നമ്മളിപ്പം ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം വെച്ച് കൊടുത്താൽ ഇത്രയുമാണ് നമുക്ക് വിട്ട് കിട്ടുന്നത്. ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്താൽ ഇതുപോലെയാണിപ്പം നമുക്ക് ബാക്ക് പോർഷനിലുള്ള ആ വിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത്രയും വിട്ട് കൊടുത്താൽ പോലെ നമുക്ക് അതിൽ കൂടുതൽ കൊടുക്കണം. കാരണം ഒരു നോർമൽ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം വരുന്നതാണ് ആദ്യമേ നമ്മൾ പറയുന്നത്. നോർമൽ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു 3 ഇഞ്ചോളം ഒരു സൈഡിൽ 2.5-3 ഇഞ്ചോളം ഒരു സൈഡിൽ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ നോക്കണം. ഈ ഒരു സൈഡിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു 3 ഇഞ്ചോളം എങ്കിലും ഒരു 2.5 എങ്കിലും ക്ലോത്തിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒന്നും ക്ലോത്ത് തികഞ്ഞൊന്നും വരത്തില്ല. എങ്കിൽ പോലും ഒരു 2.5 എങ്കിലും നമ്മൾ കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഈ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കണം. അവിടെ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനിപ്പുറമായിട്ടുള്ളത് നമ്മളിപ്പോൾ 3 ഇഞ്ച് വരെയാണ് കൂടുതൽ കൊടുക്കുന്നത്. ആ ഒരു ഭാഗം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ മാർക്ക് ചെയ്തിടത്തേക്ക് നമ്മളുടെ ഈ ഒരു ബാക്ക് പോർഷൻ കട്ട് ചെയ്തത് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈ ബാക്ക് പോർഷന് കഴിഞ്ഞുള്ളത്. ആ 3 ഇഞ്ച് ഇങ്ങനെ നമുക്ക് നീണ്ടു കിടക്കണം. എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെയാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കേണ്ടതാണ്. ഇതാണ് നോർമൽ രീതിയിൽ, നമ്മൾ ക്രോസ് കട്ട് അല്ലാത്ത രീതിയിൽ നോർമൽ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പം ക്ലോത്ത് മടക്കി കൊടുക്കേണ്ട രീതി. ഇനി നമ്മൾ നോർമൽ രീതിയിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതുകൂടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ നോർമൽ രീതിയിലാണെങ്കിൽ ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലോസ് ആയ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച്, ഇനി 1/2 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു 1/4 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹുക്കും ഹോളും ഒക്കെ വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലേസാണിത്. അപ്പം നമ്മളിവിടെ ഒരു 1/4 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബാക്ക് പോർഷനെക്കാട്ടിലും ലെങ്ത് കൂടുതൽ വേണം നമ്മുടെ ഫ്രണ്ട് പോർഷന്. അതിന് വേണ്ടി നമ്മൾ ഏറ്റവും ഈ അറ്റത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാ രീതിയിൽ ക്രോസ് കട്ട് അല്ലാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ട മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യവും കൂടി ഇവിടെ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു സൈഡിൽ 1/4 ഇഞ്ച് ഇങ്ങനെ നീട്ടി താഴെ കിടക്കുകയും വേണം. പിന്നെ ആ 1.5 ഇഞ്ചിലേക്ക് നമ്മൾ ഈ ലെങ്ത് വെക്കാവുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ സാധാരണ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. ഇനി ക്രോസ് കട്ട് ആകുമ്പം നമ്മൾ വീണ്ടും ഇതിന് വിട്ട് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ക്രോസ് കട്ട് എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ഇപ്പം ഇങ്ങനെ പറയാവേ. നമ്മളിങ്ങനെ ക്ലോത്ത് മടക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് വലിയത്തില്ല. എന്നാൽ കോണോട് കോൺ വരുമ്പോഴത്തേന് ക്ലോത്ത് നന്നായിട്ട് വലിഞ്ഞു കിട്ടുകയില്ലേ. അപ്പം അത് അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഈ ക്രോസ് കട്ടിൻ്റെ ഉദ്ദേശം. നല്ല വണ്ണമുള്ളവർക്ക് ആണ് ഈ ക്രോസ് കട്ട് ഉപയോഗിക്കുന്നത്. ഫ്രണ്ട് പോർഷനൊക്കെ നമുക്ക് ഒരുപാട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ക്രോസ് കട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും അതിൻ്റെ ആ ഒരു വിട്ട് ഒരല്പം കൂടെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത് ക്ലോത്ത് ഏറെ വേണ്ടി വരുമെന്ന്. നമ്മളത് ഒരു അഡ്ജസ്റ്റൊക്കെ ചെയ്തായിരിക്കും നമുക്ക് ക്ലോത്ത് കുറവാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ 1.5 മീറ്ററൊക്കെ വാങ്ങിച്ചോണേ. എന്നിട്ട് നമ്മൾ ഇതുപോലെയാണ് ഇപ്പോൾ ഈ ബാക്ക് പോർഷൻ ചെരിച്ച് വെച്ച് കൊടുത്തിട്ടില്ലേ, അതുപോലെ വെച്ച് കൊടുക്കണം. അന്നേരം ഇപ്പം നമ്മളുടെ എല്ലാ സൈഡിലും ഇതുപോലെ വിട്ട് കൂടുതൽ കിടക്കണം. നമ്മളുടെ ആ താഴെ മടക്കി കൊടുത്തിരിക്കുന്ന ക്ലോത്തിന് എല്ലാ സൈഡിലും ഇതുപോലെ നമുക്ക് ബാലൻസ് ഇങ്ങനെ നിൽക്കണം. ആ രീതിയിലാണ് നമുക്ക് ഇങ്ങനെ ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ബാക്ക് പോർഷൻ ഇങ്ങനെ ചെരിച്ചാണ് നമ്മുടെ ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ സാധാ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. ആദ്യമേ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗമെല്ലാം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ സാധാ നോർമൽ കട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ താഴെ വെച്ചിരിക്കുന്ന ക്ലോത്തിൽ നമ്മളിങ്ങനെ ചെരിച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ലൈനൊക്കെയുള്ള നല്ല ലൈൻസൊക്കെയുള്ള ക്ലോത്ത് ആണെങ്കിൽ ഇതിന് നല്ല ഭംഗിയാണ് ഈ ക്രോസ് കട്ട് ചെയ്ത് എടുക്കുമ്പോഴേ. എന്നിട്ട് നമ്മൾ ഈ ഒരു കറക്റ്റ് അളവിൽ, അത് നമുക്ക് തെന്നിപ്പോകരുത്, കറക്റ്റായിട്ട് ഈ ഒരു ഭാഗമെല്ലാം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലെങ്തും നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ അതേ അളവിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ സൈഡിലൂടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബാക്ക് പോർഷൻ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുന്നു. ഈ ഒരു ഭാഗവും ഇത് നമ്മളുടെ ബാക്ക് പോർഷനിലെ നെക്കാണ്. അതും നമ്മൾ ഇതുപോലെ അങ്ങ്
വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഫ്രണ്ട് പോർഷന് ബാക്ക് പോർഷനെ എടുത്തങ്ങ് മാറ്റാവേ ഫ്രണ്ട് പോർഷനിൽ നിന്ന്. ഇനി ഇങ്ങനെ നമ്മളിപ്പോൾ ചെരിച്ചാണ് നമ്മുടെ ഈ ക്ലോത്തിലേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ ക്ലോത്ത് അതിന് എല്ലാ സൈഡിലും കൂടുതൽ കിടക്കുകയും വേണം. ഇനിയും നമുക്ക് നെക്കിൻ്റെ ഭാഗം നമ്മൾ നോർമലിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് 5.5 ഇഞ്ച് എവിടെയാണോ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അകത്തേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ 1/2 ഇഞ്ചിൽ നിന്ന് നമ്മളിങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കുഴിച്ച്, അതൊക്കെ നമ്മൾ നോർമൽ സാധാ രീതിയിൽ കട്ട് ചെയ്യുന്നതിന് എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. ആ ക്ലോത്ത് മാത്രം നമ്മളിങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 1 ഇഞ്ചാണ് നമുക്കിങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇപ്പം നെക്ക് നമുക്ക് 6 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ പൊക്കം അനുസരിച്ച് 5.5, 5.25, 6 വരെ കൊടുക്കാം. അത് നമുക്ക് 6 കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ ഹൈറ്റ് ഉള്ളവർ മാത്രം 6 ഇഞ്ചിൽ കൂടുതൽ കൊടുത്താൽ മതി. നോർമൽ 6 ഇഞ്ചാണേ. അതിനുശേഷം നമ്മൾ നെക്കിന് വിടുത്ത് 2.5 ഇഞ്ചാണ്. ആ 2.5 ഇഞ്ച് ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സൈഡിലെല്ലാം കൂടുതൽ ലെങ്ത് കൂടുതലായിട്ട് നമുക്ക് ക്ലോത്ത് നിൽക്കണമെന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് ഈ ഒരു ഇവിടെ നമ്മളിങ്ങനെ ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. 6 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതിൻ്റെ കറക്റ്റ് നമ്മൾ എങ്ങനെയാണ് നോർമലി കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് അകത്തേക്ക് നമ്മൾ 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു 1/4 ഇഞ്ച് കൊടുത്തേച്ചാൽ മതി. ഒരുപാടൊന്നും നമുക്കവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ഒരു പോയിൻറ്റിലൂടെ ഇങ്ങനെ നമ്മൾ വന്ന് ഇതുപോലെ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് ഒരുവിധം നല്ല നീറ്റായിട്ടുള്ള, ഒട്ടും ക്ലോസ് ആകത്തുമില്ല, ഒട്ടും വൈഡ് ആകത്തുമില്ല, നല്ല രീതിക്കുള്ള ഒരു നെക്ക് നമുക്കിങ്ങനെ വരച്ച് കൊടുത്താൽ കിട്ടുവേ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷോൾഡർ ഭാഗമെല്ലാം ഇതുപോലെ തന്നെ സെയിം അളവിൽ തന്നെയാണ്. അതിനൊന്നും ഒരു ഡിഫറൻസും ഇല്ലേ. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് നമ്മൾ നോർമൽ കട്ട് ചെയ്തപ്പോൾ 1/4 ഇഞ്ച് കൊടുത്തില്ലേ, കട്ട് ചെയ്യുന്ന രീതിക്ക് കൊടുത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ചെരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള, അതുകൊണ്ടാണ് ഈ ഒരു സൈഡിലെല്ലാം ക്ലോത്ത് നമുക്ക് ഒരല്പം കൂടെ കൂടുതൽ വേണമെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ 1/4 ഇഞ്ച് കൊടുക്കുന്നു. അത് നമുക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള ആ ഒരു പോർഷന് വേണ്ടിയുള്ളതാണ് ആ 1/4 ഇഞ്ച്. അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നീട്ടി വരച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചു. അതിനുശേഷം ഇനി നമ്മൾ ഈ ബാക്ക് പോർഷൻ എടുത്ത് വെക്കുമ്പോൾ ബാക്ക് പോർഷൻ്റെ കറക്റ്റ് ലെങ്താണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ലെങ്ത് കൂട്ടി കൊടുക്കണം. അതായത് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നോർമലിന് എങ്ങനെയാണോ കൂട്ടി കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് കൂട്ടി കൊടുക്കുന്നത്. ഈ ചെരിച്ച മാത്രമാണ് നമ്മുടെ ക്ലോത്ത് കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളേ. അപ്പോൾ ഈ സൈഡിലെല്ലാം വെച്ച് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഉദ്ദേശിച്ച് വേണമുള്ള ക്ലോത്തൂടെ നമുക്ക് ഈ സൈഡിലെല്ലാം കിട്ടണം. അതാണ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ഒരു 1.5 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നീട്ടി അങ്ങ് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ മാർക്കൂടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിനെ എടുത്തിങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഓൾഡ് സാരി ബ്ലൗസിൽ നിന്ന് കാണിക്കാവേ എങ്ങനെയാണെന്നുള്ളത്. ടക്ക് പോയിൻ്റ് ഇല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ നിന്ന് ഈ ഒരു ഭാഗം വരുന്നത് എവിടെയാണോ അങ്ങനെയുള്ളിടം എടുത്തോണേ. അപ്പം നമ്മൾ ഈ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ടക്ക് പോയിൻ്റ് വരെയുള്ളത് എത്രയാണെന്ന് നോക്കുക. തയ്യൽ തുമ്പൂടെ കൂട്ടി എടുത്തോണേ. ഇപ്പം നമുക്ക് തയ്യൽ തുമ്പും എല്ലാം കൂടെ കൂട്ടി ഒരു 13.5 ഇഞ്ചാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ആ 13.5 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. മിക്കവാറും എല്ലാവർക്കും 13.5, 12.5, പൊക്കം കുറഞ്ഞവർക്ക് 12.5, 12.25, 13, 13.5, 14 അങ്ങനെയൊക്കെയാണ്. 14 നല്ല ഹൈറ്റ് ഉള്ളവർക്കാണ്. അപ്പം നമുക്ക് ഈ ഒരു 13.5 നോർമൽ ഒരാൾക്കൊക്കെ ഒരു 13.5 ഒക്കെ 14 ഒക്കെ ആവശ്യമുള്ളൂ. 13 ആവശ്യമേ ഉള്ളൂ.
നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ അളവ് എത്രയാണോ അതാണ് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ലൈനിലൂടെ ഇങ്ങനെ എത്രയാണോ ആ പോയിൻ്റ് അതിലൂടെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ നെക്കിൻ്റെ സൈഡിൽ നമ്മൾ 1 ഇഞ്ചും ഈ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നമ്മൾ ഒരു 1/4 ഇഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇവിടെ നമ്മൾ 1 ഇഞ്ചും. ഇനി നമ്മൾ നമ്മളുടെ സാരി ബ്ലൗസ് എടുത്തതിന് ശേഷം നമ്മളുടെ ടക്ക് പോയിൻ്റ് എത്രയാണെന്നുള്ളതാണ് എടുക്കേണ്ടത്. അതും നമ്മൾ ഇതുപോലെ നമ്മളുടെ ഓൾഡ് സാരി ബ്ലൗസ് എടുക്കുക. എന്നിട്ട് ഹുക്കിൻ്റെ ഭാഗം വെച്ചിരിക്കുന്ന അതിൻ്റെ ആ നല്ല വശം എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുവേ. ഈ ഒരു ഭാഗത്തിൻ്റെയാണ്. എന്നിട്ട് നല്ല വശത്തിലൂടെ നമുക്ക് എത്രയാണെന്നുള്ളത് അവിടെ ഒരു സ്റ്റിച്ചിങ് പോയിൻ്റ് ഉണ്ട്. ആ സ്റ്റിച്ചിങ് പോയിൻ്റ് വരെയുള്ളത് നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമുക്കിപ്പോൾ 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ കൊടുക്കാം. നല്ല വണ്ണം വേണ്ടവർക്ക് 1.5 ഒക്കെ കൊടുത്തോണേ. നമ്മളിപ്പോൾ ഓരോ ഇഞ്ച് ടക്കിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ മുകളിലേക്ക് ഈ ഒരു എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാവേ. അത് നമ്മൾ ഇതുപോലെ മെഷർ ചെയ്ത് നോക്കിയാൽ മതി. നമുക്കൊരു 3 ഇഞ്ചാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പം നമ്മൾ ആ 3 ഇഞ്ചും ഈ കറക്റ്റ് ഈ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നമ്മൾ ആ കറക്റ്റ് ഓരോ ഇഞ്ചാണ് 2 സൈഡിലേക്കും കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കപ്പ് സൈസ് കൂടുന്നത് അങ്ങനെയാണ്. അപ്പം നല്ല വണ്ണമുള്ളവർ അത് 1.5 ഒക്കെ വേണമെങ്കിൽ കൊടുത്തോണേ. നമ്മളിപ്പോൾ ഓരോ ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അപ്പോൾ നമ്മളുടെ ബെൽറ്റ് അവിടെ റെഡി ആകുകയാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു 1/4 ഇഞ്ചിലേക്കും ഇതുപോലെ വരച്ചു കൊടുക്കുന്നു. അപ്പം നമ്മൾക്ക് ഇവിടെ ബെൽറ്റ് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോർഷൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 2 സൈഡിലേക്കും വണ്ണം ഇല്ലാത്തൊരു 1/4 ഇഞ്ച് കൊടുത്താൽ മതി. വണ്ണം ഉള്ളവർ 1/2 ഇഞ്ച് കൊടുക്കണം. നമ്മളിപ്പോൾ 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് 2 ഇഞ്ച് വിട്ടും 2 2.5 ഒക്കെ നമുക്ക് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഭാഗങ്ങൾ ഇതുപോലെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. ഇനി നമ്മളിവിടെ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് വരുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് നമ്മളുടെ ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ 2 സൈഡിലേക്കും നമ്മൾ 1/2 ഇഞ്ച് വീതമാണ് കൊടുക്കുന്നത്. ഇത് വണ്ണം കുറഞ്ഞവർ 1/4 ഇഞ്ച് കൊടുത്താൽ മതിയേ, നിർബന്ധമില്ല. നമ്മളിപ്പോൾ 1/2 ഇഞ്ചാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡിലും നമ്മൾ 1/2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ 1/2 ഇഞ്ച് വീതമാണ് ഈ ഒരു സൈഡിലും കൊടുത്തിരിക്കുന്നത്. അത് വണ്ണം ഇല്ലാത്തൊരു 1/4 ഇഞ്ച് കൊടുത്താലും മതി. നമ്മളിപ്പോൾ 1/2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഈ ഒരു 2 ഇഞ്ച് ഇവിടെ നമുക്ക് കൂടുതൽ കിട്ടണം. അതിനാണ് ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ക്ലോത്ത് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 ഇഞ്ച് ടക്കിന് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് 2 ഇഞ്ച് ആ സൈഡിൽ നമുക്ക് കൂടുതൽ വന്നാൽ മതി. ഇവിടെ 1 ഇഞ്ച് നമുക്ക് കൂടുതൽ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ 1.5 ഇഞ്ചാണ് നമ്മൾ ആ സൈഡിലേക്ക് കൂടുതൽ മാർക്ക് ചെയ്യുന്നെങ്കിലും ഒന്നും കുഴപ്പമില്ല. നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് വരുമ്പം ബാലൻസ് ഉള്ളതങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ടാണ് സൈഡിലെല്ലാം ഇതിനെക്കാട്ടിലും എല്ലാ സൈഡിലും കൂടുതൽ അളവ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്രോസ് കട്ടിന് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ക്ലോത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പോർഷൻ എടുത്ത് ചെരിച്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ബെൽറ്റ് ഈ ഒരു രീതിയിൽ ഇത്രയും കൊണ്ടാണെങ്കിലും മതി. ഇനി ബാലൻസ് നമ്മൾ നിൽക്കുന്നതോടെ കൂട്ടി അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് നിൽക്കുന്ന ബെൽറ്റിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ക്രോസ് കട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വണ്ണം കൂടുതൽ, എന്നാൽ ക്ലോത്ത് കുറച്ചുകൂടെ വലിഞ്ഞ് കിട്ടും. അപ്പം നല്ല വണ്ണം ഉള്ളവർക്ക് നമ്മുടെ ശരീരത്തിലോട് നല്ല ഫിറ്റായിട്ട് കിട്ടും, നല്ല നീറ്റായിട്ട് കിട്ടും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമാണ് ഇതിന് വരുന്നത്. അപ്പം നല്ല വണ്ണമുള്ളവർക്കാണ് എപ്പോഴും ക്രോസ് കട്ട്, ഫ്രണ്ട് പോർഷനൊക്കെ നല്ല വണ്ണമുള്ളവർക്കാണ് ക്രോസ് കട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാത്തവർക്ക് നോർമൽ കട്ടായാൽ മതി. അപ്പം നോർമൽ കട്ടിനെക്കാട്ടിലും ഫിറ്റായിട്ട് നമ്മളുടെ ബോഡിയുമായിട്ടിരിക്കും. കാരണം നമ്മൾ ക്രോസ് അല്ലേ, അപ്പം ക്ലോത്ത് നമ്മളുടെ ബോഡിയുമായിട്ട് വലിഞ്ഞ് നല്ല
സ്യൂട്ടായിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പം ചിലർ ക്രോസ് കട്ട് മാത്രമേ ഇടത്തുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിപ്പം നമ്മൾ ഈ ഒരു ഭാഗവും കൂടെ കട്ട് ചെയ്യുന്നു. അപ്പം ബെൽറ്റ് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് പല വീഡിയോസും നമ്മൾ ഇട്ടിട്ടുള്ളതാണ്, ഇവിടെ ഇടുന്നില്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.